യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണല്ലോ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഞങ്ങളെ പ്രാർത്ഥനയോടെ കാണുന്ന, സപ്പോർട്ട് നൽകുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നന്ദിയും പ്രാർത്ഥനയും ഒക്കെ അറിയിക്കുകയാണ്. ഈ ദിവസങ്ങൾ 15 ദിവസങ്ങൾ ഓഗസ്റ്റ് മാസത്തിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറണം. ദൈവസ്നേഹം അവരെ തൊടണം. അങ്ങനെ മക്കളിലുണ്ടാകുന്നൊരു വലിയ മാറ്റം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാതാപിതാക്കളെന്ന നിലയിൽ ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാകണം. വചനം കേൾക്കുന്നവരെ, അത് ശ്രദ്ധിക്കുന്നവരെ പ്രാർത്ഥനയോടെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയ്ക്ക്, ഈ 15 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ മാതാപിതാക്കൾ അയച്ചു തന്നിട്ടുണ്ട്. അത് എവിടെ വച്ചിട്ടുണ്ട്, എവിടെ വച്ചാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാം. ഞാൻ ഈ വചനം പറയുന്ന ഈ അൾത്താരയിൽ, ഈ മധുബഹയിൽ, ഈ അൾത്താരയിൽ തന്നെ അത് കെട്ടുകെട്ടുകളായി സൂക്ഷിച്ചു വച്ച് പ്രത്യേകം ഓർത്ത് മറക്കാതെ പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊന്നുപോലും കളയാതെ വളരെ ശ്രദ്ധയോടെ കണ്ട് അതിനൊരു ഗൗരവമുള്ള വില കൊടുത്തു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ നിയോഗങ്ങളും വചനത്തോട് ചേർത്ത് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ കെട്ടുകളായി അത് സൂക്ഷിച്ച് ദൈവവചനം പറയുന്ന, വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അൾത്താരയിൽ തന്നെ വയ്ക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, അവരുടെ ജീവിതങ്ങളെ അങ്ങ് തൊടണമേ. അവർക്ക് നന്നായി പഠിക്കാനുള്ള കഴിവ് കൊടുക്കണമേ. ദൈവത്തിലുള്ള നല്ല ആശ്രയത്വം കൊടുക്കണമേ. സൽസ്വഭാവം കൊടുക്കണമേ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവർ വളർന്നു വരാൻ ഇടയാകണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമോ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? പേര് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർ കേൾക്കത്തക്ക വിധം ഈ 15 ദിവസം അല്ല, പറ്റുന്നത്രയും നാൾ അങ്ങനെ പ്രാർത്ഥിക്കണം. പേര് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവരിലുള്ള എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അന്ധകാര സ്വാധീനങ്ങളും അവരെ വിട്ടുമാറും എന്ന് മാത്രമല്ല, അവരെ തൊടാൻ പറ്റില്ല. തിന്മയുടെ ശക്തിക്ക് അവരെ തൊടാൻ പറ്റാത്ത വിധത്തിൽ അവർ ദൈവീക ബോധ്യത്തിൽ, ജ്ഞാനത്തിൽ വളരാൻ തുടങ്ങും. ഇത് വലിയൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളിങ്ങനെ പറയണം, മാതാപിതാക്കൾ, എനിക്ക് ദൈവം തന്ന ഈ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു, അവരെ ഞാൻ അംഗീകരിക്കുന്നു, അവരെ ഞാൻ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് പറയുമ്പോൾ മുതൽ അവരിലൊരു അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങും. അവരിലൊരു നന്മ വെളിപ്പെടാൻ തുടങ്ങും. ഇത് തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നന്മ അവരിൽ വലുതാകാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ദൈവത്തോടടുക്കാനും നല്ലതായി ജീവിക്കാനുമുള്ള ഒരു തോന്നൽ ദൈവം അവരിൽ ഇടും. അവരിൽ ദൈവം ഇടും. ഇങ്ങനെ പോയാൽ പറ്റില്ല, നീ ഇങ്ങനെ പോകണം. ദൈവം അവരെ നയിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രചോദനം അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നല്ല തോന്നലുകളെ ദൈവം അവരുടെ മനസ്സിൽ നിക്ഷേപിക്കട്ടെ. പഠിച്ച് രക്ഷപ്പെടണം കേട്ടോ, നല്ല നിലയിലെത്തണം കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ മിടുക്കരാകണം. രക്ഷപ്പെടാനുള്ള വരവും കഴിവും ദൈവം തരുന്നുണ്ട്. വീടിനെ നല്ല നിലയിൽ എത്തിക്കണം, ഉയരങ്ങളിലെത്തണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങളുടെ ആലയത്തിലേക്ക് എഴുതി തന്ന
ഓരോ നിയോഗങ്ങളും ഈ അൽത്താരയിലുണ്ട്. അവയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും വചനം കേൾക്കാൻ താല്പര്യമുള്ളവരുമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിന്മയായതൊന്നും അവരിൽ വരരുത്. അവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. ഇന്ന് നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ ഈ വചനം കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. സക്കറിയായ്ക്ക് ദൈവത്തിൻ്റെ ഒരു ദർശനം ലഭിക്കുവാണ്, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ലഭിക്കുവാണ്. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷമുള്ള ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം എന്നെ അയച്ചതാണ്. ഈ സന്തോഷമുള്ളൊരു കാര്യം നിന്നോട് പറയാൻ ദൈവം എന്നെ അയച്ചതാണ്. 20-ാമത്തെ വാക്യം, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇത് സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഇത് കുറേ പ്രാവശ്യം നമ്മളെല്ലാം വായിച്ചതായിരിക്കും, കേട്ടതായിരിക്കും. സക്കറിയായുടെ സംസാര ശക്തി കുറച്ചു നാളത്തേക്ക് ഇല്ലാതായി, പറ്റാതായി. കാരണം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ അവിശ്വസിച്ചാൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കും. ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ സംശയിക്കരുത്. ഇവിടെ സക്കറിയ ചോദിക്കുവാണ്, ഇതെങ്ങനെ നടക്കും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്, ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് സക്കറിയായ്ക്ക് സംസാരശക്തി? മൂകനായിത്തീരും, സംസാരിക്കാൻ നിനക്കിനി പറ്റൂല, മരണം വരെയല്ല, കുഞ്ഞു ജനിക്കുന്നത്, ഇത് സംഭവിക്കുന്നത് വരെ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുക, അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. സക്കറിയ സംസാരിക്കാൻ പറ്റാത്തവനായി മാറി. അതിൻ്റെ അർത്ഥം, നമ്മളൊരു കാര്യം കേൾക്കുമ്പം തുടരെ അതിനെ നെഗറ്റീവ് പറഞ്ഞ് നോക്കിക്കേ, ഇതൊന്നും നടക്കുകയില്ല, ഇതെങ്ങനെ ശരിയാകാനാ? ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കിത് നടക്കും തോന്നുന്നില്ല, ഇത് ശരിയാകുകയില്ല, ഇതെങ്ങനെ ശരിയാകാനാണ്, ചുമ്മാ ആളെ പറ്റിക്കുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ വാഗ്ദത്തം ജനിക്കില്ല, അതിന് ഫലമുണ്ടാകില്ല. അതുകൊണ്ട് ഇതൊരടയാളമാണ്. ആ വ്യക്തിയുടെ കൈ കെട്ടിയിട്ടെന്നോ കാല് കെട്ടിയിട്ടെന്നോ ആ മനുഷ്യനെ ഒരു കട്ടിലെ കെട്ടി കിടത്തിയെന്നൊന്നുമല്ല, നാവ്. അതിൻ്റെ അർത്ഥം, സക്കറിയ ഇനി നെഗറ്റീവ് ഒന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട, നെഗറ്റീവ് പറയണ്ട, ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ ശരിയാവും, നെഗറ്റീവ് പറയണ്ട. നെഗറ്റീവ് പറഞ്ഞാൽ വാഗ്ദത്തം, നമുക്ക് കിട്ടിയ വാഗ്ദത്തം ജനിക്കില്ല, അത് ഒന്നും അല്ലാതായിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മാതാപിതാക്കൾ ഈ വചനം കേൾക്കുമ്പം നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവ് പറയല്. എന്ത്? നീ ജനിച്ചേ പിന്നെയാ ഈ വീടിന് ദോഷം, നിൻ്റെ പേര് ഇട്ടേ പിന്നെ ഇവിടെ ഒരു സമാധാനമില്ല, ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നു, ഈ പിള്ളേർ ജനിച്ചേ പിന്നെയായി വീടിങ്ങനെ ആയത്. അപ്പം തന്നെ അവരുടെ മനസ്സ് ഇരുട്ടായി പോകും, പിശാചിൻ്റെ സ്വാധീനത്തിൽ അവർ അകപ്പെട്ടു പോകും. നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നത്, നീ മിടുക്കനാകും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നീ ദൈവത്തെ അറിയും, നീ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കും, ഒത്തിരി പേർക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മളെപ്പോഴും ഉണ്ടല്ലോ,
ദൈവനാമത്തിൽ അവരെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് അംഗീകരിച്ച് അവരെ മനസ്സുകൊണ്ട് പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കുമ്പോൾ ആ നിമിഷം മുതൽ അവരിൽ ആ അനുഗ്രഹം വളരാൻ തുടങ്ങും. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചേ, ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾ പറയല്. ഈ വീട് വച്ചേപ്പിന്നെ ഇങ്ങനെ ആയത്, ഈ വീട് പണിയുണ്ടായിരുന്നു, ഈ മക്കൾ ജനിക്കണ്ടായിരുന്നു, നിങ്ങളുടെ കൺവെട്ടം കണ്ടതോടുകൂടി എല്ലാം പ്രശ്നമായി, പഠിക്കുകയില്ല, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പറയേണ്ടത് പറയണം, പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് ഒരു നെഗറ്റീവ് വാനും അറിയാതെ പറയേണ്ടി വന്നാലും 10 പ്രാവശ്യം പകരത്തിന് പകരം പരിഹാരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ മൂത്ത മകൻ, എൻ്റെ 2ാമത്തെ മകൾ, 3ാമത്തെ മകൻ, 4ാമത്തെ ആൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മക്കൾ കേൾക്കണം. ബൈബിൾ പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഞാനും അനുഗ്രഹിക്കും. ദൈവത്തിനും ദൈവത്തിൻ്റെ ദൂതന് തോന്നി സക്രിയ ഇനി സംസാരിച്ചുകൊണ്ടിരുന്നാൽ, സക്രിയ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വാഗ്ദത്തം ജനിക്കില്ല, ആ വചനത്തിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, കാര്യങ്ങൾ നടക്കുന്നതുവരെ, ഇത് സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. നമുക്ക് ഈ പ്രത്യേകം പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്ത് മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന 15 ദിവസങ്ങളാണ്. ഈ 15 ദിവസം മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിലും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കും. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മക്കളൊക്കെ രക്ഷപ്പെടുമെന്ന്? അത് ജനിക്കാനുള്ള വാഗ്ദത്തമാണ്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴത്തെ കഷ്ടപ്പാടൊന്നും നോക്കണ്ട കേട്ടോ, പിള്ളേർക്കൊക്കെ നല്ലൊരു ഭാവിയുള്ളതാ, പ്രത്യേക അവരുടെ സ്വഭാവമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് നല്ല മെസ്സേജ് തന്നവരില്ലേ? മക്കൾക്ക് പഠിക്കാൻ കഴിവുണ്ട്, പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞവരില്ലേ? അതൊക്കെ ജനിക്കാനുള്ള വാഗ്ദത്തവാ. അതൊക്കെ പ്രാർത്ഥനയോടെ സ്വീകരിക്കണം. ആവശ്യമില്ലാത്തതൊന്നും പറയരുത്, ആവശ്യമില്ലാത്ത നെഗറ്റീവ് പറയല്ലേ. പ്രാർത്ഥനയിൽ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഭവനങ്ങളിലിരുന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാമോ? നിങ്ങളുടെ ഇടവകയിലെ പള്ളിയിലെ ആൾക്കാർക്ക്, പിള്ളേർക്ക്, സൺഡേ സ്കൂളിലെ അധ്യാപകർ, അവനവൻ്റെ പ്രിയപ്പെട്ടവർക്കെങ്കിലും ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാവോ? സ്വാർത്ഥതയോ അസൂയോ ഒന്നും വിചാരിക്കേണ്ട. പറ്റുന്നവർക്ക്, പറ്റുമെങ്കിൽ, മനസ്സ് പ്രചോദനമുണ്ടെങ്കിൽ അയച്ചു കൊടുക്ക്. ചിലപ്പോൾ ഈ വചനമായിരിക്കും അവരുടെ കുടുംബത്തിൽ ആ മക്കൾ ഐശ്വര്യത്തിൽ വരാൻ കാരണം. മക്കളോടും പറയട്ടെ, ഒത്തിരി ഫോൺ ഉപയോഗിച്ചും ഒത്തിരി ഗെയിം കളിച്ചും നിങ്ങളുടെ ഭാവി കളയരുത്. ആവശ്യത്തിന് ഉപയോഗിക്കുക. നിങ്ങളുടെ ആ തലച്ചോറിനകത്ത് ഒരുപാട് കണ്ടും കേട്ടും ഗെയിം കളിച്ചും ആ ദൈവം തന്ന ബുദ്ധി മങ്ങിപ്പോകും. ഇപ്പോൾ നല്ല പ്രായമാണ്, നന്നായിട്ട് പഠിച്ച് മിടുക്കരായി ആഗ്രഹിച്ച സ്ഥലത്ത് ദൈവാനുഗ്രഹത്തോടെ എത്തിച്ചേരണം കേട്ടോ. നിങ്ങൾ രക്ഷപ്പെട്ടു വരണം, മിടുമിടുക്കരാകണം. പ്രസംഗിക്കാൻ കഴിവുള്ളവരും, പാടാൻ കഴിവുള്ളവരും, അഭിനയിക്കാൻ കഴിവുള്ളവരും, ബിസിനസ് ചെയ്യാൻ കഴിവുള്ളവരും, വിവിധ രാജ്യങ്ങളിൽ പോകാൻ കെൽപ്പുള്ളവരും ഒക്കെ ആയി വരണം. സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായി മാറണം. നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ലോകത്തിൻ്റെ മാതൃകകളായി നിങ്ങൾ വരണം. കുടുംബത്തിൻ്റെ വെളിച്ചമായി നിങ്ങൾ ശോഭിക്കണം. ഇതൊക്കെ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മാസം, ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ദിവസമാണ്. വ്യാഴാഴ്ച ബുക്ക് ചെയ്തവർ വരിക. വ്യാഴാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 2ാം ശനിയാഴ്ച 8-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥന, വചനവും ധ്യാനവും ആരാധനയും നടത്തുന്ന കാര്യവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ലഭിച്ചിട്ടുള്ള എല്ലാ പേരുകളും എല്ലാ നിയോഗങ്ങളെയും ഓർക്കുന്നു. ഭവനങ്ങളിലിരുന്ന്, അയൽവക്കങ്ങളിലിരുന്ന്, ദേശങ്ങളിലിരുന്ന്, വിവിധ രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എവിടെ ആരൊക്കെ പ്രാർത്ഥനകൾ അയച്ചോ അതെല്ലാം ഓരോ കെട്ടുകളായി ഇവിടെയുണ്ട്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒരു നിയോഗമായി ലഭിച്ചിട്ടുള്ള ഓരോ കുഞ്ഞുങ്ങളെയും
ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇതൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒത്തിരി മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ചിലർ കിടന്ന കിടപ്പിലാണ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ഉണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവില്ല, സ്പെഷ്യൽ സ്കൂളിലാണ്. ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവരെ മറക്കില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിൽ അവർക്ക് സ്ഥാനമുണ്ട്, അവരെ ഒരിക്കലും തള്ളിക്കളയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഞങ്ങൾക്കറിയാം. പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒന്നിച്ചിരുന്ന് വചനം കേൾക്കുന്നവരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അയച്ചു തന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒന്നിച്ച് ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, അപകടം, ചതികളിൽ നിന്നും നിരാശയിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ കൂടോത്ര ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും തരണമേ. നിലനിൽക്കുന്ന ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ ഓഗസ്റ്റ് 1 മുതൽ പങ്കെടുക്കുന്നവരെ പ്രത്യേകമായി അങ്ങ് അനുഗ്രഹിക്കണമേ, പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ജനിക്കാൻ ഇടയാകട്ടെ. അത് കാരണമാകട്ടെ. നെഗറ്റീവ് ഒന്നും പറയരുത്. ശരിയാകുകയില്ല, നടക്കുകയില്ല, ഇതുകൊണ്ട് എന്നാ ഗുണം പറയരുത്. ഒരു അനുഗ്രഹമായിട്ട് വരും. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണണം. 5:30 തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതുപോലെ ഒരുമിച്ച് കൂടണം. കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.